അവിടെ കൊടുന്നേരാട്ടാ. ഓ പഞ്ചാബിന്റെ ബ്രീഡ്, നാഷണൽ ബ്രീഡ്. ഇവന്റെ ആ ഒരു ചെവിക്ക് എന്തോരം നീളം ഒന്ന് കാണിക്കോട്ടെ. ഇവർക്ക് ചെവി അത്ര അല്ല. ഇവർക്ക് ചെവി എന്ന് പറയുമ്പോ ഇപ്പൊ അവിടുത്തെ കഴിഞ്ഞാൽ ഇത്ര വേണ്ടോ. ഇതാണ് കറക്റ്റ്. കണ്ട 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 8 പല്ല് വന്നിട്ടുണ്ട്. ഇതാ 8 പല്ല് വന്നിട്ടില്ലേ? അടിപൊളി, സൂപ്പർ. ശരിക്കും ചെവി കണക്കൂട്ടുക ഹൈദരാബാദ് ബീറ്റലിനാണ്. പഞ്ചാബി ബീറ്റലിന് അങ്ങനെ നമ്മൾ ചെവി അവർക്ക് അതിൻ്റെതായ ലൈനേജ് ചെവിൻ്റെ അത്ര ഉള്ളു. പിന്നെ ഇത്തരത്തിലുള്ള മുട്ടന്മാർക്കൊന്നും ഈ നമ്മുടെ ഈ നാടൻ മുട്ടൻ കണക്കൊന്നും കൊമ്പ് കണ്ട. ഇതാണ് ഇവന്റെ കൊമ്പ് കട്ടിയിട്ട് വരും. ഓ ഓ ഓ ആകത്തോട്ട് കയറുമല്ലോ. ഇതിങ്ങനെ തുളയും. പിന്നെ വാല് ലെങ്ത്. ഹായ്, ഞാൻ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഷാജി ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവിടെ ജെറ്റ് ബ്ലാക്ക് കളറുള്ള നല്ല ബീറ്റൽ ആടുകൾ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ആടുകളാണ്, അതും പഞ്ചാബിൽ നിന്ന് ഇറക്കിയതാട്ടോ. അപ്പോൾ ഇവരുടെ വിശേഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോണേ. അപ്പോൾ നമുക്ക് നേരെ വിടിയിക്കാം. ഷാജി ചേട്ടാ നമസ്കാരം. നമസ്കാരം, താങ്ക് യു. നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഇത് തൃശ്ശൂർ ജില്ല, കോലഴി പഞ്ചായത്ത്, കോട്ടൂർ വില്ലേജ്. നമുക്കിപ്പോൾ എത്ര ആടുണ്ട് ചേട്ടാ? ഇതിപ്പോ കൊടുക്കാൻ നമ്മൾ പഞ്ചാബിൽ നിന്ന് കൊടുന്നതാണ്. പാരസ്റ്റോക്ക് അപ്പുറത്താണ് നിൽക്കണേ. അതൊരു 10-20 ഉണ്ടാവും. ഇപ്പൊ കൊണ്ടുവന്നത് ഇപ്പൊ എത്ര ഉണ്ടോ? നമുക്ക് ഇപ്പൊ 60 കൊണ്ടുവന്നു. 60 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 35 ഇപ്പൊ സെയിലായി. ഈ ഒരു മോഡലിന്റെ പേരെന്താ ശരിക്കും? ഇത് ശരിക്കും പഞ്ചാബി ബീറ്റ്. ഇവന്റെ ആ ഒരു ചെവിക്ക് എന്തോരം നീളം ഒന്ന് കാണിക്കോട്ടെ. ഇവർക്ക് ചെവി അത്ര അല്ല. ഇവർക്ക് ചെവി എന്ന് പറയുമ്പോ ഇപ്പൊ അവിടുത്തെ കഴിഞ്ഞാൽ ഇത്ര വേണ്ടോ. ഇതാണ് കറക്റ്റ്. കണ്ട. ഓ ഓ ഓ ഇപ്പൊ അതിലിപ്പോ പല ട്രെൻഡും വരുന്നുണ്ട്. ചെവി നീട്ടുള്ളത്. അവിടെ ഒരു മുട്ട നിൽക്കുന്നുണ്ട്. അവര് ചെവി ഇതിനേറ്റ് വലിപ്പുണ്ട്. അത്യാവശ്യം നല്ല ഏട്ടങ്ങളുണ്ട്. മിക്കവാറും ഒരു ക്ഷീണം മാറിക്കൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ നമ്മുടെ തീറ്റയ്ക്ക് എടുത്തു തുടങ്ങി. മിക്കവാറും ഒരു ചെറിയ പശുക്കുട്ടീനേക്കാളും വലിപ്പമുണ്ട് അല്ലേ? വലിപ്പമുണ്ട്. ഇവന് എന്തോരം പ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഇവനിപ്പോ അവര് നമ്മൾ എടുത്താണ്. പല്ല് നോക്കുമ്പോ 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 8 പല്ല് വന്നിട്ടുണ്ട്. 8 പല്ല് വന്നിട്ടുണ്ടല്ലേ? അടിപൊളി, സൂപ്പർ. ഇത്തരത്തിലുള്ള മുട്ടന്മാരെ കൊടുക്കുന്നുണ്ടോ? അത് ആളായ കൊടുക്കും. ആണല്ലേ? ആളായ ഹോബിക്ക് എടുത്താണ്. ഓക്കെ. നമുക്ക് ഇത്തരത്തിലുള്ള മുട്ടന്മാരൊക്കെ എങ്ങനെ വിറ്റ് പോകുന്നുണ്ടോ നന്നായിട്ട്? ട്രെൻഡ് ട്രെൻഡ് കാരണത്തിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ, ട്രെൻഡ് ആണല്ലോ. അതെ 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 അതെ. ഇതിപ്പോ 10 മാസം പ്രായമായ മുട്ടക്കുട്ടിയാണ്. 10 മാസമായിട്ടുള്ളത് ലെങ്താണ്. എന്റെ അമ്മ വിസറി പോലെ. ശരിക്കും ചെവി കണക്കൂട്ടുക ഹൈദരാബാദ് ബീറ്റലിനാണ്. പഞ്ചാബി ബീറ്റലിന് അങ്ങനെ നമ്മൾ ചെവി അവർക്ക് അതിൻ്റെതായ ലൈനേജ് ചെവിൻ്റെ അത്ര. ഇവർക്കുണ്ട്. ഇത് പാൽപ്പല്ലാണ്. കണ്ട ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 10-12 മാസം കണക്കൂട്ടാം അത്രയല്ലേ? ഇത്തരത്തിലുള്ള മുട്ടന്മാര് നമ്മുടെ ഈ നാടൻ മുട്ട കണക്ക് ഇടിയും തൊഴിയും അങ്ങനെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഒരു വേറെ അവന് 1 വയസ്സാ. പക്ഷെ ഒരു കുഴപ്പമില്ല. കണ്ട നാടൻ മുട്ടന്മാരാണ് ഇട്ടി തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ കൂട്ടടി കഴിക്കും. ഇതിപ്പോ ഒരേ പാത്രത്തിൽ തന്നെ. അവരങ്ങനെയാണ്. അവിടുത്തെ ബ്രീഡിങ് അങ്ങനെ, ഫീഡിങ് അങ്ങനെയാണ്. ഓ, അതൊരു ശീലിച്ച് വന്നാണ്. ഇത് പഞ്ചാബി സ്റ്റൈൽ അങ്ങനെയാണല്ലേ? എന്താ ശരിക്കും നല്ല വീതിയുണ്ട് കേട്ടോ. അല്ലേ? അത്യാവശ്യം നല്ല വീതിയുള്ള അടിപൊളിയാട്ടാ. എന്ത് രസമാണ്. ഇതിപ്പോ ഈ മണ്ണിൽ കിടന്നിട്ടുള്ളതാണ്. ഇത് ജെറ്റ് ബ്ലാക്ക് ആണ്. പിന്നെ യാത്ര കഴിഞ്ഞപ്പോ നമുക്ക് ഇനിയിപ്പോ ഇവര് കയറി തുടങ്ങും. ഭക്ഷണം കഴിച്ച് ഇതാകുമ്പോ അവർക്ക് ഉഷാറ് വരും. എത്ര ദിവസമായിരുന്നു ക്വാറന്റൈൻ? ക്വാറന്റൈൻ ഇപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോ അതില് 10-30 എണ്ണത്തിന് ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പൊ ഇതിന് ചെറിയ തൈലേരയുടെ നിൽക്കുന്നായിരുന്നു. അത് യാത്രയിലുണ്ടാവും തൈലേര് ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോ കംപ്ലൈന്റ് അല്ല. ഈ കംപ്ലൈന്റ് വരുന്നത് ഇതാണ്, PPR എന്നുള്ള അസുഖമാണ്. അതുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിലുണ്ടെങ്കിൽ എന്റെ അവിടേക്ക് 7 കിലോമീറ്റർ വരെ കിട്ടും എന്നാണ് പറയണ കേക്കണ. ഇതിന്റെ ഇവരുടെ ആ ഒരു മുഖത്തിന് ഷേപ്പ് അല്ലേ? എന്താണ്ട് നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന 5 പൈസ കൂടും തോറും അതിന് പൈസ കൂടുതലാണ്. അങ്ങനെയാണ്. അങ്ങനെയുണ്ട് ചെവി. ഇത് ഇതിനൊക്കെ റേറ്റ് എങ്ങനെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോ ഇതിൽ കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 25 തൊട്ട് 25,000 തൊട്ട്. അത് തൊട്ടിട്ട് ആ മുട്ടന് ഞാൻ 90,000 രൂപ അവിടെ നിന്ന് മേടിച്ച പഞ്ചാബിൽ. അപ്പുറം കാണാൻ വലുത് വലിയ മുട്ടന 90,000 രൂപയാണ്. ഇത്തരത്തിലുള്ള ഈ ഗോട്ടുകളൊക്കെ നമ്മള് ശരിക്കും മീറ്റ് ആണോ? ഇപ്പൊ ശരിക്ക് ഫുഡ് എടുത്ത് വരികയാണെങ്കിൽ ഒരു 100, 130, 140 കിലോന്റെ മുകളിലേക്ക് വരും. അത്രേ വരും അല്ലേ? ഇപ്പൊ കൊണ്ടുവന്നതിൽ ബുക്കിംഗ് വല്ലതും ഉണ്ടോ? ബുക്കിംഗ് ഉണ്ട്. ബുക്കിംഗ് കൊണ്ടുപോയി. ഇനിയിപ്പോ 2 ആടറുള്ള കൊണ്ടുപോകാനായിട്ട് ഇന്ന് വരുന്നു പറഞ്ഞു. ഇവരുടെ കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോ എന്തോരം വലിപ്പം ഉണ്ടാവും സാധാരണ? ഇവിടെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 6 കിലോ വരെ ബർത്ത് വെയിറ്റ് കിട്ടിയിട്ടുള്ള കുട്ടികളുണ്ട്. അത്രയും വലിപ്പമുള്ളത്. അത് പ്രസവിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ നമ്മള് പിന്നെ അറിയണ കാരണം നമുക്ക് പേടിക്കാല്ലേ. ഇവരുടെ പാല് കറക്കലോ ഉണ്ടല്ലേ? ഇവിടെ എനിക്കൊരു 6 ലിറ്ററോളം പാല് ഡെയിലി ചെലവുണ്ട്. വീട്ടിൽ വന്നിട്ട് മേടിച്ചോണ്ടു. എത്ര? ഇപ്പൊ സ്ഥിരം കൊടുക്കണവർക്ക് ഇപ്പൊ 150 രൂപയ്ക്കാണ്. കൂട്ടിയിട്ടില്ല.
മിക്കവാറും ഒരു 200 മിക്കവാറും കൊടുക്കില്ല. ഇല്ല, അതായപ്പോ ഞാനിപ്പോ ചില ഡോക്ടർമാര് ആയുർവേദത്തിന് വരുമ്പോ അപ്പൊ ഞാൻ 175 രൂപ മേടിക്കും. ഇതാ പോകുന്നു ഡബ്ബയാണ് അവള്. ഇതാ ഡബ്ബ ബീറ്റൽ എന്ന് പറയും. ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയാണ്. ഇതാണ് ഡബ്ബ. ഓക്കെ. പക്ഷെ ഇവിടെ കേരളത്തില് ഡിമാൻഡ് കുറവാ. അതായത് താല്പര്യമുള്ളവരുണ്ട്. എന്താണ് ഈ ഡബ്ബ എന്ന് പറയാൻ കാരണം എന്താ? അതായത് കളറ്. ഓ, കളർ വ്യത്യാസം. ഇതന്നെ നാഗരി ഉണ്ട്, ഓക്കെ, ബ്രൗൺ ഡബ്ബയുണ്ട്, ഇഷ്ടംപോലെ കളറുണ്ട്. പഞ്ചും കാര്യങ്ങളും ഒക്കെ ഇത് അടിപൊളിയാണ്. ശരിയാട്ടാ. ഒരു വയസ്സ് പല്ലാണെങ്കിൽ അല്ലേ? ഇതെന്താ കാവൽക്കാരൻ. ഓക്കെ, കാവൽക്കാരൻ ആൺകുട്ടിയാ? ഇതും ജെറ്റ് ബ്ലാക്ക് തന്നെ അല്ലേ? ഇത് ഫുള്ള് ജെറ്റ് ബ്ലാക്ക്. ഇത് ഹെവി ആടുകളാണ്. ഇപ്പൊ ഇവിടെ ബുക്കിംഗ് കഴിഞ്ഞു. ഇപ്പൊ അവര് പെരുന്നാളായി കൊണ്ടുപോകാത്താണ്. നാളെ മറ്റന്നാളായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പെരുന്നാള് ഇതാണ്. എത്രത്തോളം വെയിറ്റ് ഉണ്ടായിരുന്നു അവൾക്ക്? ഇത് അവിടെ നിന്ന് നോക്കുമ്പോ ഒരു 50 കിലോന്റെ അവിടേക്ക് ഉണ്ടായിരുന്നു. 50 കിലോ മേലുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടേക്ക് 60 കിലോന്റെ അവിടേക്ക് ഉണ്ട്. വലിയ ലെങ്താണ്. ലെങ്ത് ആണ്. ഇത് ചെനാടാണ്. ചെന കൺഫേം ആണ്. അതില് ബ്ലാക്കിൽ കുറച്ച് കാര്യങ്ങള് ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനം. അടുത്ത കൂടുതലോട്ട് വന്നേക്കാം അല്ലേ? ഇതാണ് എന്റെ പാരസ്റ്റോക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ നിന്നാണ് നമ്മള് വീഡിയോ എടുത്തത്. ഞാൻ കയ്യും കാലും ഒന്നും കഴുകിയിട്ടില്ല. ഇവിടെ വന്നു. കാരണം എന്റെ ധൈര്യമാണ് അത്. ധൈര്യമാണ്. ഇപ്പൊ ഇത്രയും ദിവസം ആയിട്ട് വന്നിട്ട് എന്റെ ആടുങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഫസ്റ്റ് കൊണ്ടുവന്നാണ് വൈറ്റ് ബീറ്റില്. പഞ്ചാബ് ട്രെയിനിൽ എത്തിച്ചാണ്. ട്രെയിനിൽ എത്തിച്ചാണ്. എത്ര നാൾ മുമ്പ് കൊടുന്നാണ്? ഇവന് ഒരു 6 മാസം മുമ്പ് കൊടുന്നാണ്. 6 മാസം പ്രായം. ഇപ്പൊ ഒരു വയസ്സാവണം. പല്ല് പറഞ്ഞിട്ടില്ല. വെള്ളിയും പല്ല് പറഞ്ഞിട്ടില്ല. ഇതും അതുമാതിരി തന്നെ. ഇത് പഞ്ചാബില് എന്റെ മെയിലിന്റെ കുട്ടി ഞാൻ മേടിച്ചതാണ്. ഞാൻ വിറ്റ് കൊടുത്താണ് ആട്ടിനെ. ഇതിനല്ലേ? അല്ല, ഇതിന്റെ ഫാദറിനെ. ഇതിന്റെ ഫാദറിനെ? അപ്പൊ അതിൽ നിന്ന് ഒരു കുട്ടീനെ ഞാൻ മേടിച്ചു. അതിന് എന്തോരം പ്രായമുണ്ട് ഇപ്പൊ? ഇവന് 17 വയസ്സ് കഴിഞ്ഞു. 18 മാസം. ഇതിപ്പോ ഇതിൽ കണ്ട ഒരു തള്ളയുടെ കുട്ടികളാ. ബ്രൗണ് കണ്ട, ബ്ലാക്ക് കണ്ട. ബ്രൗണ് കേറി വന്നിട്ടുള്ളത് എന്താ അങ്ങനെ? അത് വരും അതൊന്നും പറയാൻ പറ്റില്ല. അതിന്റെ തള്ളയാണ് നിൽക്കണു ഇവിടെ. ഇവിടെ നിൽക്കണം. കുട്ടികളെ പ്രസവിച്ച ആടിന്റെ കുട്ടികളാണ് ബ്രൗണ് 2 ഇപ്പൊ കണ്ടത്. ഇതിന്റെ ആളുടെ കാലിനും ബുദ്ധിമുട്ട്. ആളുടെ ചെവിയാട്ടോ. അടിപൊളി. ഉള്ള പഞ്ചി ചെവി തന്നെ ട്രെൻഡാണ് കൊടുത്തത്. അത് മോഹവില കൊടുത്ത് മേടിച്ചാണ്. അവരെന്നെ മോഹം കൊല്ലം എടുത്തിട്ട് ഇത് ഒറ്റയ്ക്കാ വന്നേ. ഒറ്റയ്ക്ക് കൊണ്ടുവന്ന. നമ്മുടെ ഇവിടെ വിൽപ്പന എങ്ങനെയാണ്? വിൽപ്പന ഞാനിപ്പോ ഇവിടെ വിൽക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണ് മെയിൻ ബ്രീഡിങ്. അപ്പൊ 4 മാസമായ കുട്ടികള് 4 മാസം കഴിഞ്ഞിട്ട് കൊടുക്കും. 4 മാസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇതിപ്പോ അവരൊക്കെ ബുക്കിംഗ് ആണ്. ഇപ്പൊ കണ്ട കുട്ടികളെ ബുക്കിംഗ് ആണ്. ബുക്കിംഗ് ആണ്. 4 മാസം കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. 1 മാസം. അങ്ങനെയാണ്. എന്നാലാണ് അവർക്ക് 4 മാസം തിമ്മർമ്മ പാല് കുടിക്കണം. ഇപ്പൊ 2 നേരമാണ് പാല് കൊടുക്കണം. ഇപ്പൊ അവര് തീറ്റ തിന്നു തുടങ്ങി. തീറ്റ തിന്നു തുടങ്ങി, അല്ല തിന്നു തുടങ്ങി. കുട്ടി ഇതിൽ എടുക്കുന്നുണ്ട്. അവനൊരു മാസം ആവണല്ലോ. തന്നെ പാല് കുടിക്കും. അവനപ്പോ 2 കുട്ടി വേണ്ടിയാണ്. ഇനി അവനെ 1 മാസം കഴിഞ്ഞ് ഞാൻ അതിലേക്ക് മാറ്റും. എന്നിട്ട് 3 നേരം ഫീൽഡ് ചെയ്യിക്കും. അല്ലെങ്കിൽ തീറ്റ എടുക്കില്ല. പാല് കുടിച്ച് അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ പാല് കുടിപ്പിച്ച് ഇതാക്കും. ഇപ്പൊ ഇതിപ്പോ 5 മാസമായ കുട്ടിയാ. ഇത് പഞ്ചാബിൽ നിന്ന് ആ മുട്ടന്റെ അവനും പഞ്ചാബിൽ നിന്ന് കൊടുത്താൽ ഞാൻ ഇത് രണ്ടും ഒരു ട്രെയിനിൽ വന്നാ. ഏതാണ് ഇവനും കൂടി? ഇവന് 1 വയസ്സ് 2 പല്ല് പ്രായം. ഇതൊക്കെ അവിടെ നിന്ന് ഞാൻ ട്രെയിൻ വഴി. 1 വയസ്സ് 2 പല്ല് പ്രായം. അത്യാവശ്യം നല്ല ഹൈറ്റും വെയിറ്റും. ഇപ്പൊ നമ്മുടെ സെറ്റായി ഇപ്പൊ കയറി വരികയാണ് അവൻ. അവന്റെ പല്ലൊന്ന് കാണിക്കോട്ടാ. കാണിച്ചേടാ, പല്ല് കാണിച്ചേടാ. 2 പല്ല് കണ്ട. അപ്പുറത്തെ പാൽപ്പല്ലാണ്. ഈ ബെൻഡാണ് അടിപൊളി അല്ലേ? നല്ല സൂപ്പർ ആട്ടോ ഇവന്റെ ഈ ബെൻഡാട്ടോ. ബെൻഡാമാരിക്ക് ബെൻഡ് വരും. അവർക്ക് ചുങ്ങനോ വരണം. പിന്നെ ഹൈദരാബാദി 5 പൈസവും ചെവിയുടെ എറിനാണ് കാശ്. ഏറ്റവും കൂടുതൽ വില ഹൈദരാബാദിക്കാണ്. ഏറ്റവും കൂടുതൽ
ഏറ്റവും കൂടുതൽ ആ മോഹവലിയാണ് അത്. അത് എനിക്കുണ്ടായിരുന്നു. പിന്നെ നമ്മള് വേണ്ട ഒരു ബ്രീഡ് എന്നെ കൊണ്ടു നടക്കുക, ഒറ്റ ബ്രീഡ് തന്നെ. നമ്മളത് കാര്യങ്ങളായിട്ട് നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. അപ്പൊ നമ്മുടെ കുടുംബത്തേക്ക് ആൾക്കാർ വരും. അവിടെ കൊമ്പും ഒക്കെ അങ്ങനെയാണ്. അത് ചിലതിനെ തുളയും. അവന് തുളഞ്ഞിട്ടുണ്ട്, ഞാൻ കട്ട് ചെയ്താ. ഇതിങ്ങനെ വളഞ്ഞു കയറും അല്ലേ? വളഞ്ഞു കയറും. ചിലതിനെ സൈഡിലേക്ക് ബഡ്ജാവും. അപ്പൊ എന്നെ കുഴപ്പമില്ല. അന്നേരം കുഴപ്പമില്ല. വളഞ്ഞു കയറാണെങ്കിൽ ഇവിടെ തുളയും. ചെവി നീട്ടുണ്ട്, മൂക്ക് ബെൻഡ്, കൊമ്പ് കണ്ട. ഇതാണ് ഇവന്റെ കൊമ്പ് കട്ടിയിട്ട് വരും. ഓ ഓ ഓ, ആകത്തോട്ട് കയറും അല്ലേ? ഇതിങ്ങനെ തുളയും. പിന്നെ വാല് ലെങ്ത്. ചിലതിന് ഇവിടെ ചുഴി ഉണ്ടാവും. ഈ ചുഴി ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മടഞ്ഞെടുക്കണം. ഓ, ഇതിപ്പോ നേരെ ചുഴി ഇല്ല, അതുകൊണ്ട് ചുഴിയില്ല. പിന്നെ ഡ്രിം ചെയ്തിട്ട് അവരത് അവിടുത്തെ സ്റ്റൈലാണ്. ഓ അങ്ങനെ അല്ലേ? എത്രത്തോളം ആടുകൾക്ക് നമുക്ക് പെർ ഡേ എത്രത്തോളം ചെലവ് വരും നമുക്ക് നോക്കാറില്ല, ഞാൻ നോക്കൂല. ഇപ്പൊ അവർക്കും കൂടിയിട്ട് ആ 2 വട്ടയില് തീറ്റ വേണം. ആണല്ലേ? എന്റെ തീറ്റ സ്റ്റോറേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. അതൊക്കെ തീറ്റയുടെ സ്റ്റോറേജ്. ഇത് വെറ്റാണല്ലോ അല്ലേ? മിൽക്കി കാറ്റിൽ ഫീഡാണ്. ഇത് വൈറ്റ്, അവരുടെ തന്നെ വൈറ്റ് കപ്പ. ഓ, വൈറ്റ് കപ്പപ്പൊടി. ഇതാണ് നമ്മുടെ ആടുങ്ങൾക്കുള്ള തീറ്റ. ഈ കാണാനല്ലേ? ഇതിലെന്തൊക്കെയുണ്ട് പറയാം. മിൽക്കി വെറ്റ്, മിൽക്കി വെറ്റ് ഉണ്ട്. തീറ്റ. പിന്നെ മിൽക്കി ഗോട്ട്, മിൽക്കിയുടെ തന്നെ ഗോട്ട് ഫീഡ് ഉണ്ട്. അതുണ്ട്. പിന്നെ ഗ്രാൻഡ് മാസ്റ്ററിന്റെ ഗോട്ട് ഫീഡ്. പിന്നെ കടലത്തുണ്ട്. ഈ കാണുന്ന ഇതൊക്കെ അതാണ്. ഇത് നമ്മൾ കൂട്ടി കൊടുക്കണം എല്ലാം കൂടിയിട്ട്. മനസ്സിലായ? നേരത്തെ പറഞ്ഞത് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് നോക്കാറില്ല. ഇത് നമ്മുടെ മക്കളാണ്. ഇത് കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല. ഞാൻ നോക്കിയാ എന്തോ കംപ്ലീറ്റ് മണി പോലെയാണ് കാട്ടം കിടക്കുന്നത്. ഒരാൾ കൂടുതലില്ല, കുറവില്ല. അപ്പൊ അതേ അളവില് കൊടുക്കണം ആടുങ്ങൾക്ക്. അപ്പൊ മെയിലിന് ലേശം അളവ് കൂടുതലാണ്. അതുകൊണ്ടാണ് അവൻ ആദ്യം കൊടുത്തേ. അതെ. ഇത് 3 ആൾക്ക് ഒരുമിച്ച്. അടിപൊളി. അടുത്ത ആൾക്കുള്ള തീറ്റ. ഈ തീറ്റയോട് ഭയങ്കര ഇൻട്രസ്റ്റ് അവർക്കിട്ടെ അല്ലേ? അപ്പൊ ഇനി കൊടുക്കാൻ പോണത് പുതിയ ആൾക്കാർക്കാണ് നമ്മളവിടെ അല്ലെ? അതെ, ഞാനതൊന്ന് മനസ്സിലാക്കണം കർഷകര്. ശരി. അപ്പൊ അവരുടെ ഫുഡ് കൊടുത്ത്, ഡ്രൈ ഫുഡ് കൊടുത്ത് പഠിപ്പിച്ച് ഇപ്പൊ ഈ സാധനം കൊടുക്കാനാ പോണേ ഞാൻ. അത് ശീലിപ്പിച്ച് അവർ തിന്നു തുടങ്ങി. അപ്പൊ അതേ പറഞ്ഞ നമുക്ക് കർഷകർക്ക് കൊണ്ടായാലും ഏത് ഫുഡ് ഇപ്പൊ കൂട് മാറി അവര് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും. അതൊരു പുതിയ സ്ഥലത്തിൽ തൽക്കാലം ടൈം ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പൊ നമ്മുടെ കൂട്ടിൽ നിക്കണ അവർക്ക് വെച്ചു കൊടുക്കാം. എല്ലാരും കൂടി ഒന്നല്ല, അവിടുന്ന് അവർക്കുള്ള അവിടെ വെച്ചു കൊടുക്കും. ഇനി ധൈര്യമായിട്ട് ആൾക്കാർക്ക് കൊണ്ടുപോവാ. ഇനി കൊടുത്തയക്കാം നമുക്ക്. കാരണം നമ്മുടെ അവരൊക്കെ കാത്തിക്കാണ്. ഞാൻ അവർക്കുള്ളത് ഞാൻ അവരെ കൊടുത്തിട്ട് കൊടുക്കണം. എല്ലാവർക്കും മനസ്സിലായി. തീറ്റ വാങ്ങി കൊണ്ടുപോകുന്നവർക്ക് ഇത്തരത്തിലുള്ള തീറ്റ കൊടുത്താൽ മതി. അപ്പൊ അതെന്താ പിന്നെ എന്തല്ല 2 ദിവസം എന്തായാലും തീറ്റ എടുക്കാൻ മതി. അപ്പൊ നമ്മള് ലിവർ ടോണിക്കും സ്പീഡ് പീസ്റ്റും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തിന്നും. ഇപ്പൊ ഇവര് ഇതിപ്പോ തിന്നു തുടങ്ങിയ കാരണം ചിലപ്പോ അവരുടെ വീട്ടിൽ പോയി അതും തിന്നും. അങ്ങനെ അല്ലേ? ഇപ്പൊ കൂടുതലായിട്ടില്ല, വേണമെങ്കിൽ ഇപ്പൊ 5 ദിവസമായിട്ടുള്ള ഈ ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ട് ഞാൻ. പക്ഷെ എന്റെ കൂട്ടിൽ നിൽക്കണവര് കൂട് മാറിയ വിഷയമാണ്. പിന്നെ അവിടെ കൊടുന്നേരാട്ടാ. അടിപൊളി കാഴ്ചകളാട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ഓക്കെ, വെൽക്കം.